എല്ലാവർക്കും നമസ്കാരം. നമുക്കിത് 2-3 കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വിഷയം രേണു തന്നെയാണ്. രേണുവിന് വേണ്ടി സംസാരിക്കുന്ന 1-2 ആൾക്കാരെ കുറിച്ചാണ്. അതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. രേണു സുധിയെപ്പോലെ ആവാൻ, അല്ലെങ്കിൽ എനിക്ക് രേണു സുധിയെപ്പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങളിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഈ രേണുവിനെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നറിയാൻ വേണ്ടിയാണ്. എത്ര പേരാണ് രേണുവിനെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്, രേണു കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്ന അഭിപ്രായമുള്ള എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു കമൻറ്റാണ് ഇന്ന് എനിക്ക് വായിക്കാനുള്ളത്. കമൻറ്റിനുള്ള മറുപടിയാണ് എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ രേണുവിൻ്റെ 2 സുഹൃത്തുക്കൾ, അതിലൊരാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ, ഒരാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ 2 വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ ആ കമൻറ്റ് ഒന്ന് വായിക്കാം. കോമളം എന്നാണ് ഈ കമൻറ്റ് ഇട്ട ആളുടെ പേര്. കോമളം M4071. 2 കമൻ്റ് ഉണ്ട്. ഒരു കമൻറ്റ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് കുറച്ചൊക്കെ മനസ്സിലായത് വെച്ച് ഞാൻ സംസാരിക്കാം. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും കുശുമ്പും കുന്നായ്മയും ആരോടാ? രേണുവിനോടെ. എന്ത് കണ്ടിട്ടാണാവോ ഈ കുശുമ്പും കുന്നായ്മയും തോന്നേണ്ടത്? രേണു അങ്ങ് ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുകയാണ്. കുപ്രസിദ്ധി അല്ലാണ്ട് സുപ്രസിദ്ധി എന്ന വാക്ക് രേണുവിൻ്റെ അടുത്തൂടെ പോയിട്ടുണ്ടോ? രേണു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യന് പോലും അപമാനകരമായിട്ടാണ് ആ പെൺകുട്ടി ഇപ്പോൾ പോകുന്നത്. പെൺകുട്ടിയല്ല, സ്ത്രീ ഇപ്പോൾ പോകുന്നത്. ശരിക്കും ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓരോ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോഴും വരുന്നത് മുഴുവൻ രേണു സുധി മാത്രമാണ്. രേണു സുധിയുടെ വീഡിയോ എത്തരം വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ട പോലത്തെ വീഡിയോസ് അല്ല. ശരിക്കും ഇൻസ്റ്റാഗ്രാം ഫുൾ ഇന്നലെ ഒരു എന്താ പറയുക, ഒരു ഏപ്പടം മൂടായിരുന്നു. അമ്മാതിരി തോന്നിയവാസങ്ങളും കോപ്രായങ്ങളുമാണ് ആ ലേഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്തങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് അറിയില്ല. വേറെ ഒരു സാധനമില്ല. അതിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, രേണുവിൻ്റെ കൂടെ നടക്കുന്ന ഏതൊരു ചെറുക്കൻ അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഈ പറയുന്ന ചാനലുകൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചാനലുകാർ എപ്പോഴും രേണുവിൻ്റെ പുറകെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറയാൻ കാരണം, വെറൈറ്റി മീഡിയ ലൈവ് എന്ന് പറയുന്ന ചാനലിനകത്ത് കേട്ടൊരു വോയിസും, അതുപോലെ തന്നെ ഈ മെയിൻ സ്ട്രീം ഓൺ ചാനൽ രേണുവിൻ്റെ പുറകെ നടന്നിരുന്ന ചാനലാണ്. ആ ചാനലിൽ കേൾക്കുന്ന ആങ്കറുടെ ചോദ്യം, ആ ആങ്കറുടെ വോയിസും എല്ലാം ഒന്ന് തന്നെയാണ്. എന്താ ഇവൻ കുമ്പിടിയാണോ? ഒരേ സമയം 2 ചാനലിൽ വരാനായിട്ട്, ഒരേ ടോപ്പിക്ക്, ഒരേ വോയിസ്, രേണുവിൻ്റെ മറുപടി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവരെ ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ലൈമിലായിട്ട് നിൽക്കാൻ വേണ്ടി. ഇന്നലെ നോക്കിയപ്പോൾ എത്രയൊക്കെയോ ചാനലുകളിൽ രേണുവിൻ്റെ ഈ കോപ്രായ വീഡിയോ ഏതോ ഷാപ്പിൽ കിടന്നിട്ട് കുന്തളിപ്പ് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയായി കാണിച്ചു കൂട്ടണേ? സ്നേഹിച്ചവർ പോലും, തുറന്നു പറയാമല്ലോ, രേണുവിനെ സ്നേഹിച്ച 10% ആൾക്കാരുണ്ടെങ്കിൽ ആ 10% ആൾക്കാർ പോലും ഇപ്പോൾ രേണുവിനെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലായി. അതിന് ഉദാഹരണമാണ് രേണുവിൻ്റെ സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോയും വന്നിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് വരാം. ഈ കമൻറ്റിൻ്റെ ബാക്കി വായിക്കാം. നിങ്ങളുടെ ഓരോ വാക്കിലുമുണ്ട് അത് നിങ്ങൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല എന്ന് മനസ്സിലായി. എൻ്റെ സർട്ടിഫിക്കറ്റ് കോമളം ചേച്ചിയുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. എൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്, എൻ്റെ സ്കൂളിൽ നിന്ന് കൊടുത്ത കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ അമക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് ചേച്ചി പുറത്തെടുത്തത്. ഞാനൊരു നല്ല പുള്ളിയല്ലെന്ന് മനസ്സിലായി. ആയിക്കോട്ടെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ബാക്കി കാരണം നിങ്ങൾ എല്ലാവരോടും ചോദിക്കുകയാണ്, ഇന്നത്തെ ഒരു ഫാഷൻ ഡ്രസ്സ് ഇടാൻ നിങ്ങൾ മക്കളെ സമ്മതിക്കുന്നു. എനിക്കത് മനസ്സിലായില്ല. അഭിനയിക്കാൻ സമ്മതിക്കുമോ? ഇന്നത്തെ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഭാര്യയും മക്കളും ഒക്കെ തന്നെയാണ് ഇന്ന് നടീനടന്മാരാകുന്നത്, അല്ലാതെ ആകാശത്ത് നിന്ന് പൊട്ടി വീണവരല്ല. എൻ്റെ പൊന്ന് കോമളം മാമി, ഇന്ന് ഈ രീതിയിൽ അഭിനയിക്കുന്ന നടീനടന്മാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ലക്ഷ്മി ദീപ്ത എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകയുണ്ട്. അവരെടുക്കുന്ന കുറേ സീരീസ് ഉണ്ട്, വെബ് സീരീസുകൾ. അതിനകത്ത് അഭിനയിക്കുന്നവർ പോലും ആക്ഷൻ കട്ട് കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കത്തില്ല. പക്ഷേ രേണു സുധിക്ക് ആക്ഷനും കട്ടിനും ശേഷമാണ് അഭിനയം വരുന്നത്. അത് ഇന്നലെ ഒരൊറ്റ ദിവസത്തെ വീഡിയോകൾ കണ്ടപ്പോൾ മനസ്സിലായി. അഭിനയിച്ചോളൂ, വേണ്ടെന്ന് പറയാനില്ല, പക്ഷേ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുക. എവിടെ? ഒരു ആൽബം ഷൂട്ടാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ ആൽബങ്ങളൊക്കെ എങ്ങനത്തെ ആൽബങ്ങളായിരുന്നു? എന്ത് രസമായിരുന്നു കേട്ടിരിക്കാൻ. ഇന്ന് നല്ല നല്ല പാട്ടുകളെ ഇമാതിരി തോന്നിയവാസം കാണിച്ചിട്ട് നശിപ്പിക്കുകയാണ്. ആ സംവിധായക ഒരു പെൺകുട്ടി, 10-22 വയസ്സുള്ളെന്ന് തോന്നുന്ന കൊച്ചിന്. ഈ കൊച്ചൊക്കെ ഇത് എന്താ കാണിക്കണേ? ദാസേട്ടാ കുറച്ചുകൂടെ ചേർന്ന് ഒന്ന് ഉമ്മ കൊടുക്ക് ദാസേട്ടാ. ഇതൊക്കെ ആൽബത്തിനകത്ത് വരേണ്ട സാധനമാണ്. ഈ ആൽബത്തിനകത്ത് വരുമ്പോൾ കാണിച്ചാൽ പോരെ? അതിന് ബിഹൈൻഡ് ദ സീൻ എന്ന ലെവലിൽ ഷൂട്ട് ചെയ്ത് ഉള്ള മീഡിയക്കെല്ലാം അയച്ചു കൊടുക്കുകയാണ്. രേണു അറിയുന്നില്ല രേണു ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് രേണു മനസ്സിലാക്കുന്നില്ല. രേണു വിചാരിക്കുന്നത് എന്നെ എല്ലാവരും എടുത്തൊന്ന് പൊക്കി നടക്കുകയാണ്, ഞാനങ്ങ് മറ്റേ ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്, ചിന്തിക്കുന്നത്. ഒന്നുമല്ല. അതുപോലെ ആ കിച്ചുവിൻ്റെ കാര്യം, എനിക്ക് പുച്ഛം തോന്നുന്നു ആ ചെക്കനോട്. പുച്ഛം. ഒരു മകനാണെന്ന് പറയാൻ അവന് ലജ്ജയില്ലേ? അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത്. ഞാൻ അവരെ വിലക്കാനൊന്നും പോകാറില്ല. പുറത്തിറങ്ങി നടക്കുന്നതല്ലേ ചെക്കൻ? 22 വയസ്സായില്ലേ? നാണക്കേട് തോന്നില്ലേ? അതുള്ളവർക്കല്ലേ തോന്നുള്ളൂ അല്ലേ? പുച്ഛം തോന്നുകയാണ്. പുച്ഛം മാത്രം. കുടുംബം മുഴുവൻ ഇങ്ങനെ ആയിപ്പോയോ? എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമാണ് ഞാൻ ട്രൗസറായിട്ട് നടക്കുന്നത്. രാവിലെ ഇറങ്ങിയപ്പോഴേക്കും അമ്മ പറഞ്ഞു അത്രേ, ഇനി ഈ പേര് നിനക്ക് സ്ഥിരമാവുമല്ലോ എന്ന്. അത് അമ്മ സന്തോഷത്തോടെ പറഞ്ഞതാണെന്ന്. നാണമുണ്ടോ? അല്പമെങ്കിലും നാണമുണ്ടോ? രേണു ചോദിക്കുന്ന ചോദ്യം തിരിച്ചു വയ്ക്കുകയാണ്. നാണമുണ്ടോ? മാനമുണ്ടോ? ഇതുവരെ ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഒരു ദിവസം കണ്ട വീഡിയോ അത്രയും
ഇറിറ്റേറ്റഡ് ആക്കി കളഞ്ഞു. ഒരു സാധനം സ്ക്രോൾ ചെയ്യാൻ പറ്റില്ലെന്നേ. സ്ക്രോൾ ചെയ്യുന്ന കയറി വരുന്ന മുഴുവൻ ഇത് തന്നെയാണ്. അത് മേലിൽ മറ്റേ സെർച്ച് ബാറിൽ രേണുസുധീൻ ടൈപ്പ് പേജ് വന്നല്ല. കോമൺ മാമ്പി പറയുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഇവർക്കൊന്നും ഇന്നും നേരം വെളുത്തിട്ടില്ല, ഇന്നും നേരം വെളുത്തിട്ടില്ല, ഇപ്പോഴും രേണുവിനെ താങ്ങി നടക്കുകയാണ്. ഹേ സ്ത്രീയെ, നിങ്ങളുടെ മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ രേണു ഇപ്പോൾ കാണിക്കുന്ന പോലെ കാണിക്കാൻ നിങ്ങൾ വിടുവോ? അല്ല, ഈ കോമൺ മാമിയുടെ എൻ്റെ ചോദ്യം, നിങ്ങൾ വിടുമോ? നിങ്ങൾ സമ്മതിക്കുമോ അഭിനയിക്കാൻ, ഈ രീതിയിൽ അഭിനയിക്കാൻ? ഷൂട്ടിന് ശേഷം മറ്റേ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് രഹസ്യം പറച്ചിൽ, അതിനെടുത്ത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ ഇടുക. എന്തൊക്കെ പേക്കൂത്തലാണ് കാണിക്കുന്നത്, എന്തൊക്കെ ഭ്രാന്തലാണ് കാണിക്കുന്നത്. എൻ്റെ പൊന്നോ. നമുക്കിനി രേണുവിൻ്റെ കൂട്ടുകാരിയായ വാലിൻ്റെ ഒരു പോസ്റ്റ് ഇന്നലെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് വായിക്കാം. ആക്ച്വലി 2 പോസ്റ്റാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു വീഡിയോ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചർച്ച. ആ ചർച്ചയിൽ രേണു മാത്രമല്ല, രേണുവിൻ്റെ എവിടെ, ഇപ്പോൾ ഇവരെ വെളുപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ വരുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊന്നും പറയാനില്ല. കാരണം ഇത് ഷൂട്ടിംഗ് ടൈം അല്ല, ഷൂട്ടിംഗ് സീനും അല്ല. അതുകൊണ്ട് തന്നെ ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇത് ഇത്തിരിയല്ല, ഒരുപാട് ഓവറാണ്. ഇഷ്ടപ്പെടുന്നവർ പോലും വെറുപ്പോടെയാണ് എനിക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പടവെട്ടിയിട്ടുണ്ട് ഞാൻ രേണുവിന് വേണ്ടി. അത് നിന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, കണ്ടപ്പോൾ മുതൽ ഇഷ്ടമായി. പിന്നെ ഈ കമൻറ്റ് ഇടുന്നവരോ നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ഇടുന്നവരോ നിന്നെ അറിഞ്ഞിട്ടല്ല വീഡിയോ ഇടുന്നത്. അതൊക്കെ അവർ മെനഞ്ഞെടുത്ത കാര്യങ്ങളാണ്. നീ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിൻ്റെ സ്വഭാവവും നിൻ്റെ മനസ്സും എന്താണെന്നും അറിയാം. നിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും യാതൊരു നെഗറ്റീവും ഇല്ലെന്നറിയാം. എന്നാലും വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ നിന്നും വരുമ്പോൾ സൂക്ഷിച്ചു വേണം. ഞാൻ ഈ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് രേണുവുമായി അടിച്ചു പിരിഞ്ഞു, ഇനി രേണുവിൻ്റെ വാലില്ല എന്നാരും കരുതണ്ട. പ്രതികരിക്കണമെന്ന് തോന്നുന്ന വീഡിയോയ്ക്ക് ഞാൻ ഇനിയും പ്രതികരിക്കും. മനസ്സിലൊന്നു വെച്ച് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തിയല്ല രേണു. എനിക്ക് ഇത് പോസ്റ്റായി ഇടാതെ രേണുവിനെ നേരിട്ട് വിളിച്ച് പറയാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് രേണു ഇങ്ങനെ മനസ്സിലാക്കൂ. ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് രേണുവിന് കിട്ടിയത്. നിന്നെ കൊത്തിവലിക്കാൻ ഇരിക്കുന്നവർക്ക് അവസരം കൊടുക്കാതിരിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇത്ര മാത്രമേ എനിക്ക് രേണുവിനോട് പറയാനുള്ളൂ. ഈ പോസ്റ്റൊക്കെ ഓക്കെ, പക്ഷേ ഇതല്ല ഞാൻ ആദ്യം കണ്ട പോസ്റ്റ്. ഇത് ഇപ്പോൾ ഫേസ്ബുക്കിൽ കിടക്കുന്ന പോസ്റ്റാണ്. എന്തിനാണ് ഈ ഞാനിപ്പോൾ വാലെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേരിലൊരു ചെറിയ രൂപമാറ്റം വരുത്തുകയാണ്, വാലാട്ടി നാക്കുകയാണ്. ഈ വാലാട്ടി എന്തുകൊണ്ടാണ് നേരത്തെ ഇട്ട പോസ്റ്റിനെ എഡിറ്റ് ചെയ്തിട്ട്, എനിക്ക് രേണു ഇപ്പോൾ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് രേണുവിനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, രേണുവിനെ വേണ്ടി ഞാൻ സംസാരിക്കാതിരിക്കത്തില്ല എന്ന രീതിയിലേക്ക് മാറ്റിയത് എന്തിനു വേണ്ടിയായിരിക്കും? ഞാനിത് പറയാൻ കാരണം ഇവരുടെ ആദ്യം ഇട്ട പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. ഈ വീഡിയോയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചർച്ച. ആ ചർച്ചയിൽ രേണു മാത്രമല്ല, രേണുവിൻ്റെ എവിടെ, ഇപ്പോൾ അവരെ വെളുപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ വരുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊന്നും പറയാനില്ല. കാരണം ഇത് ഷൂട്ടിംഗ് ടൈമും അല്ല, ഷൂട്ടിംഗ് സീനും അല്ല. അതുകൊണ്ട് തന്നെ ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നുമില്ല. ഇത് ഇത്തിരിയല്ല, ഒരുപാട് ഓവറാണ്. ഇഷ്ടപ്പെടുന്നവർ പോലും വെറുപ്പോടെയാണ് എനിക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇത്ര മാത്രമേ എനിക്ക് രേണുവിനോട് പറയാനുള്ളൂ. ആദ്യം ഇട്ട പോസ്റ്റ് ഇതാണ്, ഞാനിപ്പോൾ വായിച്ചതാണ്. അതിനുശേഷം അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ രേണുവുമായിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് രേണുവിനെ തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി കളയുന്നില്ല, രേണുവിന് വേണ്ടി ഇനിയും സംസാരിക്കും എന്ന രീതിക്ക് അത് എഡിറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു? രേണു എന്താ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ? അതോ കാശ് ഓഫർ ചെയ്തോ? അതോ ഇനി ചേച്ചി എനിക്ക് ബിഗ് ബോസിൽ പിടിപാടുണ്ട്, ഞാൻ ബിഗ് ബോസിലേക്ക് ചേച്ചി അടുത്ത സീസണിൽ വരികയാണെങ്കിൽ കയറ്റി വിടാം എന്ന് വല്ല ഓഫർ ചെയ്തോ? എന്തോ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആദ്യം വിമർശിച്ചിട്ട ഒരു വ്യക്തി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ, വിമർശനത്തിനോടൊപ്പം തന്നെ, ഞാൻ രേണുവിനെ തള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കേണ്ട, ഞാൻ ഇപ്പോഴും രേണുവിൻ്റെ വാലാട്ടി തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എഡിറ്റിംഗ് നാടകം അവിടെ നടത്തിയതിന് വേണ്ടിയായിരുന്നു. ഒന്നുകിൽ ഞാൻ പറഞ്ഞില്ല, ഒന്നുകിൽ രേണു ഭീഷണിപ്പെടുത്തി, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവർ അങ്ങനെ ഒരു രേണുവിനെ പോലെ ഉള്ളൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാന്യമായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ രേണുവിന് വേണ്ടിയാണ് ശരിക്കും അവർ നാണം കെട്ടിട്ടുള്ളത്. രേണുവിന് വേണ്ടി സംസാരിച്ച് നാണം കെട്ടിട്ടുള്ളൂ. അല്ലാതെ അഭിനയിക്കാനുള്ള കഴിവുണ്ട്, പിന്നെ ആളുകളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഈ വീഡിയോകളിൽ പോലും പലരെയും അനുകരിച്ച് കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ രേണുവിന് വേണ്ടി നാണക്കേട് അല്ലെങ്കിൽ രേണുവിന് വേണ്ടി ചീത്ത കേൾക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു അവരുടെ പേരിൽ അവരൊരിക്കലും ചീത്ത കേട്ടിട്ടില്ല. രേണുവിന് വേണ്ടി സംസാരിച്ച് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ ഒരു നാടകം കളിച്ചേക്കുന്നത്? ആദ്യം രേണുവിനെ പൂർണ്ണമായിട്ട് വിമർശിച്ചുകൊണ്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും, ഇനിയും ഞാൻ രേണുവിന് വേണ്ടി സംസാരിക്കും, പ്രതികരിക്കും എന്ന് പറഞ്ഞത് രേണു ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ രേണു കാശ് ഓഫർ ചെയ്തിട്ടോ ആണോ? എനിക്കറിയില്ല. നിലപാടുകൾ ഇതാണോ നിലപാടുകളുടെ രാജകുമാരിയുടെ നിലപാട്? നല്ലതാണ്, ഇങ്ങനെ തന്നെ പോകണം. ഒന്ന് പറയുക, 10 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറ്റി പറയുക, അതെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണിച്ചിരുന്നത്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ,
ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഇത് പിന്നെ ഞാൻ ബിഷപ്പിനെ ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പിൻ്റെ വാലിൽ തൂങ്ങി പോയിട്ടില്ല. നിങ്ങൾ എഴുതി വെച്ച കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പഴയ കാര്യമൊക്കെ ഞാൻ വിട്ടു. ഇപ്പോഴത്തെ കാര്യം, പ്രസൻറ്റ് മാറ്റർ. ഓക്കെ, നിലപാടില്ലായ്മ ഇപ്പോൾ മനസ്സിലായല്ലോ. ഒന്ന് പറയുക, കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയുക. ഇത് നിങ്ങൾക്കും ബാധകമാണ്. ഇനി ഉപദേശിച്ചുകൊണ്ട് വരരുത് പ്ലീസ്. നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നെ മാറ്റി പറയേണ്ടി വരുമായിരുന്നോ, പിന്നെ മാറ്റി വീഡിയോ ചെയ്യേണ്ടി വരുമായിരുന്നോ എന്നൊന്നും ഉപദേശിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഇനി നമുക്ക് രേണുവിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, ശ്രീതു എന്ന് പറഞ്ഞിട്ട്. എനിക്കിവരെ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. കാരണം പറഞ്ഞ വാക്കിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അവർ ആ വീഡിയോ മാറ്റിയിട്ടില്ല. നാളെ മാറ്റുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇതുവരെ മാറ്റിയിട്ടില്ല. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടേക്കാം. ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രേണുവിനെ കുറിച്ചാണ് കേട്ടോ. നിങ്ങൾ പലർക്കും അറിയായിരിക്കും, ഞാൻ രേണുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ റീൽസും അല്ലെങ്കിൽ ഓരോ വീഡിയോസും എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാരണം അത്രയും കോപ്രായങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് രേണുവിന്റെ 1-2 വീഡിയോസ് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. രേണുവിന്റെ മൂഡ് ശരിയില്ലെന്ന് പറയുന്നത് രാവിലെ എന്താ ആക്ച്വലി എന്താണ് രേണു നീ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്? ഒരു ആൽബത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പിറകിൽ കിടന്ന് കാണിക്കുന്ന ഇത്രയും തെമ്മാടിത്തരങ്ങൾ, അതായത് ഇതിനെ തെമ്മാടിത്തരം എന്ന് പോലും പറയാനായിട്ട് സാധിക്കില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ കാഴ്ചവെക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത് എന്താണ്? ഈ ആൽബം എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമയെ പോലെയൊന്നുമല്ല. ഇതിനൊക്കെ ശരിക്കും നല്ലൊരു വാല്യൂ ഉണ്ട്. നല്ല ലവ് സ്റ്റോറി, നല്ല ഫീലിംഗ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കോളേജിൽ പഠിച്ച സമയത്ത് നമ്മുടെ കോളേജ് ക്ലാസ്സിലുള്ള ഏതെങ്കിലും ചെറുക്കൻ ഒരു ഒരു പ്രണയവും കൂടെ നമ്മൾ കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ആ ഒരു ട്രാവൽസ്, ആ വണ്ടികളെ ഈ ആൽബം പാട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ലവ് സക്സസ് ആണ്. കാരണം ഭയങ്കര ഫീലിംഗ്സ് ആണ് അതിനൊക്കെ. പക്ഷെ ഇന്ന് അത് നേരെ തിരിച്ച് ഈ ഏപ്പടം കാണുന്ന ഫീലിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ തലമുറ, വളർന്നു വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ഈ ഒരു ആൽബം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് എന്താണ് അവർ പഠിക്കേണ്ടത്? ഈ പറയുന്ന കെട്ടിപ്പിടുത്തം. ശരി, ഓക്കെ, കെട്ടിപ്പിടുത്തം തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്കത് ഒരു ഈ പറയുന്ന ഫീലിമില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് അഭിനയിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ചെയ്യാം, ചെയ്ത് കൂടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ പന്ത് തട്ടും പോലെ രേണുവിന് ഇങ്ങനെ എല്ലാ ചെക്കന്മാരും കൂടെ പന്ത് തട്ടുന്ന, ഞാനൊരു കാര്യം പറയട്ടെ രേണു, ഈ ക്രിക്കറ്റ് കളിക്കാരന്മാർ, ഫുട്ബോൾ കളിക്കാരന്മാർ, ഇവർ യൂസ് ചെയ്യുന്ന പന്തുണ്ടല്ലോ, ഇത് ഇവർ ലൈഫ് ലോങ് കണ്ടിട്ട് ഈ സെയിം പന്തിനായിട്ട് കളിക്കില്ല. ഇവർ ഓരോ കളി കഴിയുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു പന്തിനും അത്രയും വാല്യൂ കുറേ, ഇത്രയും തരം താണ രീതിയിൽ എന്ത് കണ്ടിട്ടാണ് രേണു ഇങ്ങനെ ആക്ട് ചെയ്യാൻ പോയത്? എനിക്കത് ഒട്ടും മനസ്സിലായില്ല. ഇതൊരു ആക്ടിംഗ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രേണുവിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള 100% ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ദൈവം എനിക്ക് തന്നെ, ഞാൻ എന്ത് പറയണം, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പണ്ടുള്ളവർ പറയാറുണ്ട്, ഇല വന്ന് മുള്ളിന് വീണാലും മുള്ളു വന്ന് ഇലക്ക് വീണാലും ഇലക്ക് തന്നെയാണ് കേട്, അത് രേണുവിന് തന്നെയാണ് കേട്. ഈ പറയുന്നവര് ഞാൻ എന്ത് പറയാനാണ് കേസ്, എനിക്കൊന്നും തന്നെ വരുന്നില്ല. രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു, കുറെ ആളുകളുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ദിവസം പോകുന്ന ഹേറ്റേഴ്സിനെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു. രേണു ചെയ്യുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അത് ഷൂട്ടിങ്ങിലായാലും ഷൂട്ടിംഗ് അല്ലാതെ. ഈ പറയുന്ന ഞാനൊരു പെൺകുട്ടി തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ രേണുവിന്റെ ഫാമിലി സ്റ്റോറി എന്ന് പറയുന്ന വൈറൽ സ്റ്റാർ എന്ന് പറയുന്നതിൽ ഞാനാണ് ആക്ച്വലി അതിൽ അഭിനയിച്ചിട്ടുള്ളത്. രേണു ആ ഒരു കഥാപാത്രം. ആ ഒരു സ്റ്റോറിയിൽ കൂടെ എനിക്ക് ഈ പറയുന്ന ബോയ്സിനകത്ത് ബോഡി ടച്ചുള്ള 1-2 സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കെട്ടിപ്പിടുത്തം മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല ഗീസ്, ഞാൻ സത്യം പറയട്ടോ, രേണുവിന് അന്ന് മുതൽ ഇന്ന് വരെയും രേണു ഒരു ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൊഞ്ചു കുഴയുന്നതായിട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല ഗീസ്, സീരിയസ്ലി. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ആൺകുട്ടികളോട് മാത്രമുള്ള ഈ ഒരു കെട്ടിപ്പിടുത്തവും ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടാൽ ഷൂട്ടിംഗ് അല്ലാതെയും ഇത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും എനിക്കറിയാം ഈ ഒരു വീഡിയോ രേണു കാണുമെന്നുള്ളത്. ചിലപ്പോൾ മേ ബി രേണു ചോദിക്കായിരിക്കും, ശ്രീ എന്തുകൊണ്ട് നിന്നെ നേരിട്ട് പറഞ്ഞില്ല എന്ന്. പക്ഷേ എനിക്ക് അതിനുള്ള മറുപടി, ഞങ്ങൾ നേരിട്ട് പറഞ്ഞാൽ രേണു നീ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നവരാണ്. രേണുവിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടാലും അത് അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം കണ്ടിട്ടും പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ നമ്മൾ വെളുപ്പിക്കാനായിട്ട് നിന്നിട്ട് നമുക്കൊന്നും നേടാനായിട്ടില്ല. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ നമ്മൾ ചിലപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഇവർ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു രീതിയിലോട്ട് വരും.
എന്തൊക്കെ തന്നെയും എനിക്ക് പറയാനുള്ള കേസ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് തടുക്കേണ്ടത് ഭയങ്കര ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മൂവിയിൽ പോലും ഇത്രയും വൃത്തിയുടെ സീനോ പക്ഷേ സീൻസ് ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്നത് എന്തോ അപ്പ കഴിയും. പക്ഷേ രേണുവിന്റെ കാര്യം സംബന്ധിച്ച് ഈ പറഞ്ഞ ദാസേട്ടൻ കോഴിക്കോട് നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നത്? വെറും പുച്ഛമാണ് തോന്നുന്നത്, വെറും പുച്ഛമാണ്. ഒരു സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ഉയർന്ന് വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ എന്റെ അഭിപ്രായം മാത്രമല്ല പറയുന്നത്, രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. ഒരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് എന്താണ് നേട്ടം രേണുവിന്? എനിക്കറിയില്ല എന്ത് നേട്ടം. ചിലപ്പോൾ മേ ബി അവർ ഈ പറയുന്ന 10,000 എനിക്കറിയില്ല പേയ്മെന്റ് എത്രയാണ്. ആ ഒരു പേയ്മെന്റ് തരിക സ്വന്തം ഇമേജ് കളഞ്ഞിട്ടുള്ള പേയ്മെന്റ് രേണുവിന് എന്തിനാണ് കേസ്? രേണുവിന് എന്തിനാണ് സ്വന്തം ഇമേജ് കളഞ്ഞിട്ടുള്ള പേയ്മെന്റ് രേണുവിന് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അതിനേക്കാൾ അന്തസ്സായിട്ട് ശരി ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് രേണുവിന്റെ കാര്യം നോക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് ഇമേജ് വരുന്ന രേണുവിന്റെ അച്ഛന് വരും, രേണുവിന്റെ അമ്മയ്ക്ക് വരും, കൂടാതെ രേണുവിന്റെ 2 മക്കൾ വരും. ഇവരെല്ലാവരും ഇത് ബാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ രേണു ഒന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ? ഞാൻ 100% ഉറപ്പിച്ച് തന്നെ പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. ഒരു പെൺകുട്ടിയും ഇതുവരെയും ഒരു പെൺകുട്ടിയും ഈ ഒരു ലെവലിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം കൺട്രോൾ വിട്ട് കടന്ന് കളിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് രേണു ആരാണെന്ന് രേണുവിന് അറിയോ? ആ സാധനം പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ഒരു സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് രേണുവിനെ എനിക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് കേസ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ കണ്ട മുതൽ ഭയങ്കര വിഷമമുണ്ട്. എന്നാൽ ഒരു ചെറിയ ഡിപ്രഷൻ ആ ഒരു സാധനത്തിലൂടെ ഞാൻ വരുന്നത്. കാരണം എനിക്ക് രേണുവിന് നന്നായിട്ട് അറിയാം രേണു എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഭാവി എന്താകും, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താകും? ഈ പറയുന്ന ഈ പന്തെടുത്തിട്ട് കളിക്കുന്ന പോലെ ഇവർ 3 തട്ടുകളിൽ ഇവർ എത്ര കാലം ഈ രേണുവിന്റെ കൂടെ കാണും? ഒരിക്കലും ഇല്ല. ഇവരൊക്കെ ഇവരുടെ ആ ഒരു ടൈം ഇവരുടെ യൂസ് കഴിയുമ്പോൾ ഇവരെല്ലാവരും ഇട്ടിട്ട് പോകും. ഞാൻ എന്ത് തന്നെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്ക് ഇതിൽ കൂടുതൽ അപ്പുറം എനിക്ക് ഒന്നും ഞാൻ പറയാനില്ല. ഇത് ആൽബത്തിന്റെ പേരിലായാലും മൂവിയുടെ പേരിലായാലും രേണു എത്രയോ മൂവിയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് രേണു പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയോ മൂവിയിൽ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഒരു മൂവിയുടെ ആ ഒരു ഷോർട്സും കാര്യങ്ങളും ഇതുവരെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നില്ലല്ലോ. അതുപോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചെയ്ത് റിലീസ് ആയതിനു ശേഷം ജനങ്ങളോട്ട് എത്തിക്കുക. അതല്ലാതെ ഈ മീഡിയക്കാർ വന്ന് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കണ്ടന്റ് ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം ഇത് കാണുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. രേണുവിന് ചിലപ്പോൾ മേ ബി ഇതൊന്നും അല്ലായിരിക്കും. കുറച്ച് നമ്മളെ പോലെ കുറച്ച് സ്ത്രീകളുണ്ട്, കുറച്ച് പെൺകുട്ടികളുണ്ട്, മീൻസ് ഇപ്പൊ വളർന്നു വരുന്ന തലമുറകളുണ്ട്. ഇവരൊക്കെ ഇത് കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ മേ ബി ഈ പറഞ്ഞ ഒന്നുമല്ല ഇതൊക്കെ അവർ കാണിക്കുന്നില്ല എന്നുള്ള ആ തോട്ട് അവരുടെ ഉള്ളിലോട്ട് വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിരിക്കും, നിങ്ങളുടെ ആൽബത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോ. പക്ഷെ അത് ഈ ആൽബത്തിനിടയിൽ ഈ നമ്മുടെ ബൈറ്റ് എടുക്കാൻ വരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി മീഡിയക്കാർക്ക് ഇങ്ങനത്തെ സാധനം കൊടുക്കാതിരിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ള കേസ്. രേണുവിന്റെ കൂട്ടുകാരികളിൽ ഒരാൾക്കെങ്കിലും തലയിൽ ആളുതാമസം ഉണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇവർ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. രേണുവിന് ജോലി ചെയ്ത് ജീവിക്കാം, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. രേണു പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന കുന്തളിപ്പ് എന്തിനു വേണ്ടിയാണ് എന്ന് രേണുവിന്റെ കൂട്ടുകാർ തന്നെ ചോദിച്ചേക്കാണ്. അവർക്ക് പോലും അപമാനകരമായിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കൊക്കെ അപമാനമാണ്, അവരുടെ ഇമേജിനെ ബാധിക്കും. ഒന്നുമല്ല, ഇമേജിനെ ബാധിക്കുകയും ഈ രേണു അതേ വീട്ടിലോട്ടല്ലേ ചെന്ന് കയറുന്നത്. അവർക്ക് വിലക്കിക്കൂടെ? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അതൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. അവർ പറഞ്ഞാൽ കേൾക്കാത്തതല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചുവിന് പറഞ്ഞ് വിലക്കാൻ പറ്റില്ലേ? അതൊന്നും കിച്ചു ചെയ്യുന്നില്ലല്ലോ. കിച്ചു ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ലഡാക്കിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ ചെക്കൻ്റെ കാര്യം ഓർത്ത് ലജ്ജ തോന്നുകയാണ്. നിങ്ങളുടെയൊക്കെ അമ്മമാർ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇപ്പോൾ രണ്ടാനമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെറ്റമ്മ ആയിക്കോട്ടെ ഇമാതിരി തോന്നിയവാസം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിലക്കത്തില്ലേ? എൻ്റെ വീഡിയോ കാണുന്ന ആണുങ്ങളോട് എൻ്റെ ചോദ്യം, ആൺകുട്ടികളോട് എൻ്റെ ചോദ്യം, നിങ്ങൾ വിലക്കത്തില്ലേ? എന്നിട്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്തങ്ങൾ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? രേണുവിൻ്റെ കൂട്ടുകാരി പോലും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. തള്ളിപ്പറയ ഇൻ ദ സെൻസ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു. മറ്റേ കൂട്ടുകാരി അല്ല കേട്ടോ, വാലാട്ടി തെറ്റാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും രേണു അങ്ങനെയാണ്, രേണു ഇങ്ങനെയാണ്, ഇനി എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നാ പറയുന്നത്. ഇവരവിടെ സപ്പോർട്ട് ഉണ്ടാവും എന്നല്ല പറയുന്നത്. രേണുവിൻ്റെ തോന്നിയവാസങ്ങൾ വിളിച്ച് പറയുകയാണ്. ഇതാണ് നിലപാട്, മറ്റതല്ല. എഴുതിയിട്ടിട്ട് അതിനെ കുറച്ച് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്ത് വീണ്ടും മറ്റേ വെള്ള പൂശുക, അതല്ല നിലപാട്. ഇതിന് അംഗീകരിക്കുന്നുണ്ട്. ഇവർ ചെയ്തതാണ് ശരി. ഇതാണ് നിലപാട്. അപ്പോൾ എന്തായാലും രേണു ഈ പോക്ക് പോവുകയാണെങ്കിൽ രേണുവിൻ്റെ ലൈംലൈറ്റിലെ പ്രഹസനം ഉണ്ടാവുമായിരിക്കും. പക്ഷേ രേണു ഇനിയും പരിഹസിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഋതപ്പൻ വളർന്നു വരുമ്പോൾ ഋതപ്പൻ രേണുവിൻ്റെ മുഖത്തൂക്കി ചോദിക്കും, നീ പണ്ട് അങ്ങനെ എല്ലടി നടന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുമെന്ന് പറയും. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ. 5 വയസ്സുള്ള കുഞ്ഞ് ഇതെല്ലാം കണ്ട വളരുന്നത്. ആ 5 വയസ്സുള്ള കുഞ്ഞ് വളർന്നു വരുമ്പോൾ അധിക സമയം വേണ്ടല്ലോ, ഒരു 8-9 വർഷം അവനൊന്ന് അറിവ് വരാൻ. ആ സമയം അവൻ തിരിച്ചൊന്ന് ചോദിക്കും, നീ അങ്ങനെ നടന്നതല്ലേ, എനിക്കിങ്ങനെയൊക്കെ പറ്റൂ എന്നവൻ തിരിഞ്ഞു നിന്ന് രേണുവിൻ്റെ മുഖത്തോക്കി പറയും. ആ സമയം വരുമ്പോൾ രേണു മനസ്സിലാക്കും, അയ്യോ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നല്ലോ എന്ന്. എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നത്, അത് രേണുവിന് പോലും ഒരു ബോധമില്ല, ധാരണയില്ല. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.